നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോസൊക്കെ കാണുമ്പം ബേക്കിംഗ് ചെയ്യണം, ഇത് തുടങ്ങണം എന്നൊക്കെയുള്ളൊരു ആഗ്രഹങ്ങളില്ലേ? പക്ഷെ ചെയ്യാറുണ്ടോ? ചെയ്യില്ല. കാരണം എന്താണ്? ഒന്നാമത്തെ കാരണം മടി. നമ്മളിത് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ആൾക്കാർ വാങ്ങുമോ, നമ്മൾ ചെയ്താൽ നല്ല പെർഫെക്ഷൻ കിട്ടുമോ, ഇത് സെയിലാവുമോ, നമുക്ക് എന്നും ഈ ബർത്ത്ഡേയും വെഡ്ഡിങ്ങും അങ്ങനെയൊക്കെ ഓരോ ഫങ്ഷൻസൊക്കെ വന്ന് കേക്കൊക്കെ കിട്ടുമോ, നമ്മൾ കുറേ സാധനങ്ങൾ വാങ്ങി വെച്ചിട്ട് നമുക്ക് ഇത് നഷ്ടമായി പോവുമോ എന്നൊക്കെയുള്ള ഓരോരോ ചിന്തകൾ കൊണ്ടല്ലേ നമുക്കിത് ചെയ്യാൻ തോന്നാത്ത. എനിക്കറിയാവുന്ന കുറേ ഫ്രണ്ട്സുണ്ട്. മാസം 50,000 1,00,000 രൂപ വരെ സമ്പാദിക്കുന്ന ഫ്രണ്ട്സ് എനിക്കുണ്ട്. നമ്മൾ ബേക്കിംഗ് ചെയ്യുന്ന സമയത്ത് നമുക്കിപ്പം ബർത്ത്ഡേ കേക്കോ അല്ലെങ്കിൽ വെഡ്ഡിങ് കേക്ക് മാത്രമൊന്നുമല്ല, നമുക്ക് പല വെറൈറ്റി തരം കേക്കുകൾ നമുക്ക് ചെയ്ത് സെയിൽ ചെയ്യാം. അതിൽ കപ്പ് കേക്ക് ചെയ്യാം, മാർബിൾ കേക്ക് ചെയ്യാം. നമുക്കിപ്പം അടുത്തുള്ള കടകൾ തന്നെ ഓർഡർ പിടിക്കുകയാണെങ്കിൽ ദിവസം ഒരു 6-7 കടയെങ്കിലും പിടിച്ചിട്ടിരുന്നാൽ മതി. നമുക്ക് ഓരോ ദിവസം കുറേശ്ശെ കേക്ക്, ഒരു 1000 രൂപയുടെ കേക്ക് ഒരു കടയിൽ കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ പല കേക്കുകളായിട്ട് പല കടകളിലായിട്ട് സെയിൽ ചെയ്യാം. നമ്മൾ അടുത്തുള്ള വീടുകൾ, ആൾക്കാർ അവർ വന്ന് വാങ്ങും. അങ്ങനെ പല രീതിയിൽ നമുക്ക് ഈ കേക്ക് സെയിൽ ചെയ്യാൻ പറ്റും. അല്ലാതെ ഒരു ബർത്ത്ഡേയും വെഡ്ഡിങ്ങും ആനിവേഴ്സറിയും മാത്രം വരണമെന്നൊന്നും ഇല്ല. നമുക്ക് ഏത് സമയത്ത്, നമുക്കിപ്പം വീടുകളിൽ ചെയ്യുന്ന പ്രോഡക്റ്റിന് എപ്പോഴും ആൾക്കാർ കൂടുതലാണ്. ഞാൻ ചെയ്തു തുടങ്ങിയ സമയത്ത് ഒരിക്കലും പ്രതീക്ഷിച്ചൊരു കാര്യമല്ല എനിക്ക് ഇത്രയും സെയിൽ ചെയ്യാൻ കിട്ടും, എനിക്ക് ഇത്രയും വർക്ക് വരും, ഞാൻ ഇങ്ങനെയുള്ള കേക്കുകൾ ചെയ്യും എന്നൊന്നും എനിക്ക് ചെയ്യാനേ പറ്റുമെന്ന് തോന്നിയൊരു കാര്യമായിരുന്നില്ല. ചെയ്ത് വന്നപ്പോഴേക്കും ആളുകളിങ്ങനെ ഇഷ്ടപ്പെട്ട് എല്ലാവരും വാങ്ങാൻ തുടങ്ങി. എന്ന് കരുതി ഒരുപാട് കേക്കുകളൊന്നും ഞാൻ ചെയ്ത് കൊടുക്കുന്നില്ല. എനിക്ക് പറ്റുന്ന തരത്തിൽ, എനിക്ക് കുറേ കാര്യങ്ങൾ പരിമിതികളുണ്ട്, എനിക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഏതൊരു കേക്കും ആദ്യം ചെയ്യുമ്പം തന്നെ നല്ല രീതിയിൽ വരണം, കേക്ക് നല്ല സോഫ്റ്റായിട്ടിരിക്കണം, നല്ല സെയിൽ കിട്ടും, അങ്ങനെയൊന്നും ചിന്തിക്കാതെ ആദ്യം നമ്മൾ പതുക്കെ അത് ചെയ്ത് പഠിച്ച് നമ്മൾ കുറേ അധികം ട്രൈ ചെയ്യുമ്പോൾ മാത്രമായിരിക്കും കേക്കുകൾ പെർഫെക്ഷനിലൂടെ വരുന്നത്. അത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നല്ല സെയിലൊക്കെ കിട്ടിത്തുടങ്ങും. ആരും മടി പിടിക്കാതെ നമ്മളിത് വേണമെന്ന് കരുതി ചെയ്യുകയാണെങ്കിൽ ആർക്കും ഇത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എൻ്റെ ചാനലൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.